നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. യൂണിറ്റ് 1 ചാപ്റ്റർ 1ലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് യൂണിറ്റ് 1 ചാപ്റ്റർ 2 പഠിച്ചാലോ? ഫസ്റ്റ് വീഡിയോയിൽ തന്ന സപ്പോർട്ട് ഈ വീഡിയോയിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ പേര് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ് എന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയട്ടെ. അത്ഭുതത്തിലും ആനന്ദത്തിലും അല്ലെങ്കിൽ വിസ്മയത്തിലും ഞാൻ പാടുകയാണ് എന്നാണ്. ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ടാഗോറിനെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അല്ലേ? നമ്മൾ എന്നും പാടുന്ന നമ്മുടെ നാഷണൽ ആന്തം ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഗീതാഞ്ജലി പോലെ മഹത്തായ ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പോയമാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത്. ശരിക്കും നമ്മുടെ ഈ ഒരു പ്രകൃതി എന്ന് പറയുന്നത് അനേകായിരം അത്ഭുതങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണെന്ന് നിങ്ങൾക്കറിയുമോ? അനേകായിരം ജീവജാലങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും ബേർഡ്സും അതുപോലെ എത്രയെത്ര ചെടികളാണ് ഈ ഒരു പ്രകൃതിയിൽ ജീവിക്കുന്നത്. നമ്മൾ പോലും അറിയാത്ത അനേകായിരം അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പ്രകൃതി. പ്രകൃതിയുടെയും അതുപോലെ നമ്മുടെ യൂണിവേഴ്സിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും സൗന്ദര്യവും മഹത്വവും കണ്ട് കവി അത്ഭുതത്തോടെ എഴുതുന്ന ഒരു കവിതയാണ് ഇത്. നമുക്ക് നോക്കിയാലോ. സ്കൈ ഈസ് ഫുൾ ഓഫ് സൺ ആൻഡ് സ്റ്റാർസ്. ആകാശത്തിൽ സൂര്യനും നക്ഷത്രങ്ങളും നിറഞ്ഞിരിക്കുന്നു. യൂണിവേഴ്സ് ഇസ് ഫുൾ ഓഫ് ലൈഫ്. യൂണിവേഴ്സ് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ജീവനാൽ അല്ലെങ്കിൽ ജീവജാലങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ലൈഫ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ജീവനുള്ള വസ്തുക്കളെയാണ് കേട്ടോ. എമംഗ് ഓൾ ദിസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്. ഇവയുടെ ഒക്കെ ഇടയിൽ എനിക്കും ഒരു സ്ഥാനം ലഭിച്ചിരിക്കുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ഈ അത്ഭുതത്തിലും വിസ്മയത്തിലും ഞാൻ പാടുകയാണ്. പ്രകൃതിയിലെ ഇത്രയും ജീവജാലങ്ങളുടെ ഇടയിൽ നമുക്കും ഒരു സ്ഥാനം ലഭിച്ചല്ലോ. അത് ഏറ്റവും വലിയ കാര്യമാണെന്നാണ് പോയറ്റ് പറയുന്നത്. ദ വേൾഡ് ഇസ് സ്വേഡ് ബൈ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്. സ്വേഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള മീനിങ് ആണ്. ഈ ലോകം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ബൈ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് മീൻസ് എറ്റേണിറ്റി എന്ന് വെച്ചാൽ നിത്യത എന്നൊക്കെ പറയാം. അപ്പോൾ റഷിംഗ് എന്ന് വെച്ചാൽ വേഗത്തിൽ ഓടുന്ന, ടൈഡ് എന്ന് പറയുമ്പോൾ തിരമാല. നമ്മുടെ ഈ ലോകം വേഗത്തിൽ, അതിവേഗത്തിൽ തിരമാലകളെ പോലെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മളും ഒരു പാർട്ടായി മാറിയിരിക്കുന്നു. ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ് റൈസിങ് ആൻഡ് ഫോളിങ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ലോകം ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്തിൽ അതിൻ്റെ തഗ് മീൻസ് ആകർഷണം എന്നാണ്. അതിൻ്റെ തഗ് ഞാനിങ്ങനെ എൻ്റെ രക്തത്തിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് ഈ പ്രകൃതിയുടെ മനോഹാരിത, ഈ പ്രകൃതിയുടെ ഒരു ചലനങ്ങൾ, ഇതൊക്കെ ഞാൻ ആസ്വദിക്കുകയാണ്, അനുഭവിക്കുകയാണെന്ന് പോയിട്ട് പറയുന്നു. റേസിങ് ത്രൂ മൈ വെയിൻസ്. അത് എൻ്റെ വെയിൻസിലൂടെ ഇങ്ങനെ പാഞ്ഞോടുകയാണ്. റേസിങ് മീൻസ് ഓടുക എന്നുള്ള മീനിങ് ആണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ഈ അത്ഭുതത്തിലും വിസ്മയത്തിലും ഞാൻ പാടുകയാണ്. പ്രകൃതിയിൽ നടക്കുന്ന ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ്, അതായത് റൊട്ടേഷനും റെവല്യൂഷനും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ശരിക്കും ഇതൊക്കെ നമ്മൾ അറിയുന്നത് കൂടിയില്ല അല്ലേ? അതുപോലെ തന്നെ റൈറ്റർ പറയുകയാണ്, ഈ പ്രകൃതിയിൽ പല കാര്യങ്ങളും ഉയരുകയും താഴുകയും ചെയ്യുന്നു. അതായത് ജീവജാലങ്ങൾ ജനിക്കുന്നു, മരിക്കുന്നു, അതുപോലെ അത് വളരുന്നു, മനോഹരമായ പുഷ്പങ്ങൾ തരുന്നു. ആനിമൽസും ബേർഡ്സും ഒക്കെയുള്ള ഈ ഒരു ഭൂമിയിൽ പുതിയ പുതിയ ആനിമൽസ് വരുന്നു, പഴയ ആനിമൽസൊക്കെ ഈ ലോകത്തുനിന്ന് പോകുന്നു. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളും അതിൻ്റെ ഒരു പാർട്ടായി ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പം ഇതൊക്കെ എന്നെ ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ആസ്വദിച്ചിട്ട് ഞാൻ അത്ഭുതത്തോടെയും വിസ്മയത്തോടെയും പാടുകയാണ്. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ്. അതായത് വനപ്രദേശത്തൂടെ, വുഡ്ലാൻഡ് എന്ന് പറയുമ്പോൾ വനപ്രദേശമാണ്, വനപ്രദേശത്തൂടെ നടക്കുമ്പോൾ വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ കാലുകളാൽ ഞാൻ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് എന്ന് വെച്ചാൽ നമ്മുടെ പുല്ലിൻ്റെ ഇലകളെ ഇങ്ങനെ സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. ഐ ഹാവ് സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസ് എന്ന് വെച്ചാൽ സുഗന്ധമെന്നും സ്റ്റാർട്ടിൽ എന്ന് വെച്ചാൽ അമ്പരക്കുക എന്നുള്ള മീനിങ് ആണ്. ഐ ബീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. പൂക്കളുടെ സുഗന്ധം എന്നെ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്റ്റാർട്ടിൽ എന്ന് വെച്ചാൽ അമ്പരിപ്പിക്കുക അല്ലെങ്കിൽ വിസ്മയിപ്പിക്കുക. ഫ്രാഗ്രൻസ് എന്ന് വെച്ചാൽ സുഗന്ധം. ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്. മാഡൻഡ് എന്ന് വെച്ചാൽ ഇവിടെ മയക്കി അല്ലെങ്കിൽ അതിയായി ആകർഷിച്ചു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിനെ വല്ലാതെ മയക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അതിയായി എന്നെ ആകർഷിച്ചിരിക്കുന്നു എന്ന് പറയാം. ദ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സ്ട്രൂൺ ഓൾ അറൗണ്ട്. സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഗിഫ്റ്റ്, സമ്മാനങ്ങൾ, ആർ സ്ട്രൂൺ എന്ന് വെച്ചാൽ ചിതറിക്കിടക്കുക എന്നുള്ള മീനിങ് ആണ്. ഓൾ അറൗണ്ട്. എങ്ങോട്ട് നോക്കിയാലും നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പൂക്കളുടെ സൗന്ദര്യം, പൂക്കളുടെ ഫ്രാഗ്രൻസ്, ബേർഡ്സിൻ്റെ സോങ്സ്, ഇതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പം എങ്ങോട്ട് നോക്കിയാലും സന്തോഷവും ആനന്ദവും ഈ ഭൂമിയിൽ ചിതറിക്കിടക്കുകയാണെന്ന് പോയിട്ട് പറയുന്നു. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ഈ അത്ഭുതത്തിലും ആനന്ദത്തിലും ഞാൻ പാടുകയാണ്. ഐ ഹാവ് പ്രിക്ഡ് മൈ ഇയേഴ്സ്. ഞാൻ എൻ്റെ ചെവി ഇങ്ങനെ ശ്രദ്ധയോടെ കൂർപ്പിച്ച് കേൾക്കുകയാണ്. പ്രിക്ഡ് മീൻസ് ചെവി കൂർപ്പിക്കുക, ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ള മീനിങ് ആണ്.
ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്ന് ആസ്വദിക്കുകയാണ്. ഐ ഹാവ് ബെയ്ഡ് മൈ ഹേർട്ട് ടു ദ വേൾഡ്. ഞാൻ എൻ്റെ ഹൃദയം ഈ ലോകത്തിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. ഇൻ ദ മിസ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോഡ് ദ അൺനോൺ. ഇൻ ദ മിഡ്സ്റ്റ് എന്ന് വെച്ചാൽ ഇൻ ദ മിഡിൽ, നടുവിൽ എന്ന് അല്ലെങ്കിൽ ഇടയിൽ എന്നുള്ള മീനിങ് ആണ്. അറിയുന്നതിൻ്റെ ഇടയിൽ, നോൺ എന്ന് വെച്ചാൽ അറിയപ്പെടുക. അറിയപ്പെടുന്നതിൻ്റെ ഇടയിൽ അറിയപ്പെടാത്തതിനെ ഞാൻ തിരയുകയാണ്. അൺനോൺ എന്ന് വെച്ചാൽ അറിയപ്പെടാത്തത്. ഈ ലോകത്ത് നമ്മൾ അറിയപ്പെടാത്തതായി ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നമ്മൾ കാണുന്നത് വളരെ കുറച്ച് മാത്രമാണ്. പക്ഷേ നമ്മൾ അറിയപ്പെടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ ഒന്ന് നോക്കുക. ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ ഇനിയും അറിയപ്പെടാത്ത ഒരുപാട് സസ്യജാലങ്ങളും ആനിമൽസും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അറിയുന്നത് വളരെ കുറച്ച് മാത്രം. ഈ പ്രകൃതി അതുപോലെ ഒരുപാട് 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 രഹസ്യങ്ങൾ നമ്മൾക്ക് വേണ്ടി ഒളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് പറയുകയാണ്, ഇതിനിടയിൽ ഞാൻ അറിയപ്പെടാത്തതിനെയാണ് തേടുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അത്ഭുതത്തിലും വിസ്മയത്തിലും ഞാൻ പാടിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പാടുന്നു എന്ന് പോയിട്ട് പറയുന്നു. ഇതാണ് നമ്മുടെ പോയം. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ് എന്നുള്ള പോയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പോയം ട്രാൻസ്ലേറ്റ് ചെയ്തത് കുമുദ് വിശ്വാസാണ് കേട്ടോ, ബംഗാളിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്